ഹലോ ഗായ്സ്, അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ഫ്രീ ഫയർ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ BR ടിപ്പ് ആൻഡ് ട്രിക്സ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്കിങ്ങനെ വീഡിയോയ്ക്ക് പോവാം. ഫ്രീ ഫയർ കളിക്കുന്ന ആദ്യത്തെ ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ക്യാരക്ടർ കോമ്പിനേഷൻസ് ആണ്. ഫ്രീ ഫയർ പലതരം ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ക്യാരക്ടർ, ഓറിയോണ്, വൂക്കോങ്, അതുപോലെ പല പല ക്യാരക്ടർ നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിലുണ്ട്. അപ്പോൾ അതിൻ്റെ പല ക്യാരക്ടറായിട്ട് നമ്മൾ കോമ്പിനേഷൻ ചെയ്യണം. ഞാൻ ഒരു ബിഗിനറായിരുന്നപ്പോൾ ഞാൻ കുറേ നോക്കിയിട്ടുണ്ട് എങ്ങനെയാണ് BRൽ കോമ്പിനേഷൻ ടിപ്പ് ആൻഡ് ട്രിക്സ് ഒക്കെ BRൽ അടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ എല്ലാവരും അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ട് ഉള്ളത്. അപ്പോൾ ഇതിന് വേണ്ടി തന്നെ ഞാൻ എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ആക്റ്റീവ് സ്കില്ലായിട്ട് ഇടേണ്ട ക്യാരക്ടർ ഏതാണെന്ന് വെച്ചാൽ വൂക്കോങ് ആണ്. പിന്നെ നമുക്ക് 4 ക്യാരക്ടേഴ്സിനെ പിന്നെ ഇടാൻ പറ്റുള്ളൂ. അത് മൊത്തം പാസീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാസീവ് ക്യാരക്ടർ ഏതാണെന്ന് വെച്ചാൽ റാഫിലാണ്. റാഫിൽ എന്ന് വെച്ചാൽ നമ്മളൊരു എനിമീനെ കൊന്ന ആ എനിമി പെട്ടെന്ന് ചാവും. ഇപ്പോൾ നമ്മൾ എനിമീനെ കൊന്നാൽ കുറച്ച് സമയം എടുക്കും ആ ഒന്ന് കില്ല് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് പെട്ടെന്ന് കില്ലാൻ വേണ്ടിയിട്ടാണ് റാഫിൽ. രണ്ടാമത്തെ ക്യാരക്ടർ ഇപ്പോൾ ഏതാണ് എന്ന് വെച്ചാൽ നമ്മളെ മീശ ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ വണ്ടി കൊണ്ട് ലാസ്റ്റ് സോണൊക്കെ നമ്മളാകുമ്പോൾ വണ്ടി കൊണ്ടൊക്കെ നമ്മൾ ഓരോന്ന് ലാസ്റ്റ് സോൺ വണ്ടി കൊണ്ട് അപ്പോൾ എനിമ അടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇതൊന്നും ഉണ്ട് നമ്മളെ കൊള്ളൂല. പിന്നെ ജോസഫ് ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഹോമറിൻ്റെ പവർ, പിന്നെ മറ്റേ സ്പൈഡർ, മറ്റേ റേഡന ഓൻ്റെ പവറൊക്കെ ബ്ലോക്ക് ചെയ്യും. എന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് കേൾക്കൂല. നമുക്ക് എളുപ്പമായിട്ട് ഇവന്മാരെ കൊല്ലാൻ പറ്റും. അടുത്ത് നമ്മളെ പെറ്റ് ഫ്ലാഷാണ്. ബാക്കിൽ നിന്നായിരിക്കും കൂടുതൽ ആൾക്കാർക്കും ഡാമൊക്കെ കിട്ടുക. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലാഷിന് ഇടുന്നത് ഇപ്പോൾ നമ്മൾ ഇടുന്നത്. ഫ്ലാഷ് ക്യാരക്ടർ വേണമെന്ന് പറയാൻ കാരണം ഫ്ലാഷ് പെറ്റ് കാരണം കൂടുതൽ പേർക്കും ബാക്കിൽ നിന്നൊക്കെ ഡാമേജ് അടിക്കുക. കാരണം ബാക്കിൽ നിന്നൊക്കെ എനിമി പെട്ടെന്ന് തിരിഞ്ഞ് ഗ്ലൂ ആകുമ്പോഴേക്കും നമ്മളവിടെ പെട്ടിയൊക്കെ എടുക്കുന്നുണ്ടാവും. ഇത് ബാക്കിൽ നിന്ന് എനിമി വന്നാൽ 24-26 ഡാമേജ് നമുക്ക് കുറച്ച് തരും. അപ്പോഴേക്കും പെട്ടെന്ന് ബാക്കിലാണ് ഗ്ലൂ ഇട്ടാൽ മതിയില്ലേ നമുക്ക്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഈ ക്യാരക്ടറിനെ കൊണ്ട് ഈ പെറ്റിനെ കൊണ്ട് ഉദ്ദേശിച്ചുള്ളത്. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരിതാണ്. കാരണം ഞാൻ കുറേ കളിച്ചിട്ട് ഇങ്ങനെ ഇത് ഞാൻ ഇപ്പോൾ ഒരാഴ്ച എത്രയായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയുള്ളത്. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നമ്മളെ ലൈക്കും സബ്സ്ക്രൈബ് ബട്ടണും ഒക്കെ ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു BRൻ്റെ കളിക്കുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ എല്ലാവരും നൈസായിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങളെ സെൻസിറ്റിവിറ്റി നിങ്ങളെ ഫോണിൻ്റെ ഇപ്പോൾ GB ഇതൊക്കെ നോക്കിയിട്ട് മാത്രം ഇടുക. എൻ്റെ ഇപ്പോൾ സെൻസിറ്റിവിറ്റി ഞാൻ ഈ ലോ ആൻഡ് ഡിവൈസിൽ കളിക്കണവർ നിങ്ങൾ സെൻസിറ്റിവിറ്റി ഒക്കെ അത്യാവശ്യം കൂട്ടിയിടുന്നതാണ് നല്ലത്. പിന്നെ ഈ ഹൈ ആൻഡ് ഡിവൈസിൽ കളിക്കണവർ നിങ്ങൾ സെൻസിറ്റിവിറ്റി ചിലതൊക്കെ ഒന്ന് കുറച്ചിട്ടോ. പിന്നെ നിങ്ങളുടെ ക്യാരക്ടർ സ്കില്ലും വേണം. അതിനോട് നിങ്ങൾ കളിക്കുകയും ചെയ്യണം. അല്ലാതെ ഇത് ഇപ്പോൾ വർക്ക് ആവില്ല. നിങ്ങൾ അധികം കളിക്കണമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ട്രെയിനിങ്ങൊക്കെ കളിച്ചിട്ട് കളിക്കുമ്പോൾ ഇപ്പോൾ എനിമി ഇപ്പോൾ നമ്മൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റഷ് ചെയ്യണം. എന്ന് വെച്ചാൽ ഗണ്ണ് ബാക്കിൽ പിടിച്ചിട്ട് ഓടണ്ടേ. അല്ലാതെ ഗണ്ണും കൈ പിടിച്ചിട്ട് ഓടുകയാണെങ്കിൽ എളുപ്പമായിട്ട് നമ്മൾക്ക് നമ്മുടെ എനിമീസിനെ നമ്മളെ കൊല്ലാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇതിൽ ഞാനൊരു BRൻ്റെ ഒരു കളിയും കൂടിയും കൂട്ടാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പറ്റിയില്ല.
അപ്പോൾ ഈ 4 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, 5-4 മിനിറ്റ് ഉണ്ടാവും ഇപ്പോൾ വീഡിയോന്. അപ്പോൾ ഈ വീഡിയോ ആണ് നമ്മുടെ അപ്പത്തെ ഇതെന്ന് വെച്ചാൽ ഇനി CS-ൻ്റെ ടിപ്പ് ആൻഡ് ട്രിക്സ് വീഡിയോ വരുന്നതായിരിക്കും എന്ന് തോന്നുന്നു. വരുമായിരിക്കും. അപ്പോൾ ഗായ്സ് നമ്മൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും നമ്മളെ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒക്കെ ഒന്ന് അടിച്ചു വിളിക്കുക. ഈ വീഡിയോ അത്യാവശ്യം കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.